ഇത് നല്ല അവസര ഭരത്തെ. അവളുടെ തള്ളയെ കാണാനില്ലല്ലോ. നീ എന്തെങ്കിലും ചെയ്യേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. എന്ത്? ചെന്ന് ഒരു തള്ളു കൊടുക്കാം, പൂളിലേക്ക് വീഴട്ടെ. മുങ്ങിച്ചാകാനും മാത്രം വെള്ളമൊന്നും ഇല്ല അവിടെ. അല്ലെങ്കിൽ തന്നെ അവൾക്ക് നീന്തൽ അറിയാവുന്ന ആർക്കറിയാം? നീന്തൽ അറിയില്ലെങ്കിലും അവക്ക് മുങ്ങിച്ചാവാൻ ആ വെള്ളമൊക്കെ മതി. ഇല്ലെങ്കിൽ ഫ്ലോറിൽ ഇടിച്ച് കയ്യോ കാലോ ഒടിഞ്ഞോളൂ. തൽക്കാലം ചെല്ലുന്നില്ലല്ലോ. അത് മതി. എങ്കിൽ പിന്നെ താമസിക്കണ്ട, വേഗം ചെല്ല്. തെയ്യക്കോലോ, സാക്ഷാൽ ദേവി. മനുഷ്യരോട് സംസാരിക്കാൻ കോലത്തിൽ ഇറങ്ങി വരുന്നതാ ദേവി. അപ്പൊ ദേവി നമ്മളോട് സംസാരിക്കോ? നന്നായി വരും. നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം അമ്മേ. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇത് ദേവിയാണോ? ദേവി, എന്റെ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? അച്ഛൻ അല്ലേ? വെണ്ണയെ മടിയിൽ വെച്ച് ഇവൾ നെയ് തേടുന്നു. നീ മനസ്സ് വെക്കണം. എന്നാലേ കൊച്ചിന് അച്ഛനെ കിട്ടൂ. എന്താ ഈ പറയുന്നത്? കൃഷ്ണ മണിക്കുട്ടിയുടെ അച്ഛനെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ഭഗവാന്റെ സന്നിധിയിൽ വെച്ചാ വാക്ക് കൊടുത്തത്. അത് പാലിക്കണമെന്നാ കോല ഉരിയാടിയത്. വരൂ. നന്മകളുണ്ടാകട്ടെ. വന്ന കാര്യം പറയാം. ഇനിയുള്ള മത്സരങ്ങളിലെങ്കിലും അവള് ജയിക്കരുത്. മണിക്കുട്ടി അവളെ ജയിക്കുന്നെങ്കിൽ നാണക്കേടാ. ഞാൻ ഈ തല പൊക്കിയിട്ട് കാര്യമില്ല. അവളുണ്ടല്ലോ മണിക്കുട്ടി, എങ്ങനെയെങ്കിലും അവളെ മയക്കിങ് തന്നാലുണ്ടല്ലോ ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഈ റിസോർട്ടിന്റെ പിൻവശത്ത് കൂടി താഴെ എത്തിയാലേ ലോറിത്താവള. ആ മോളെ, ലോറികളും അതിന്റെ ഡ്രൈവർമാരെ സഹായികളൊക്കെ വന്ന് തമ്പടിക്കുന്ന ഒരു സ്ഥലം, അതാണ് ലോറിത്താവളം. ഹാ, അത് ശരിയാ. അല്ലെങ്കിൽ തന്നെ വേറെ നാട്ടുകാരുടെ കൈ കിട്ടിയാ അവരവളെ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ. പക്ഷെ അവളെ മയക്കി കിട്ടണ്ടേ? എങ്കിലല്ലേ ഈ ലോറി കയറ്റി വിടുന്ന പദ്ധതി വിജയിക്കൂ. അതത്രേ ഉള്ളൂ. അതിനെന്താ വഴി നമ്മ പറയണം. ഇതെന്താ? നല്ല ഒന്നാന്തര ഉറക്ക ഗുളിക. ഇത് മതിയാവും എന്നേക്കുമായി മണിക്കുട്ടി എന്ന ശല്യത്തെ ഒഴിവാക്കാം. പക്ഷെ എങ്ങനെ ഇത് കൊടുക്കും? വഴിയുണ്ട്. നീ ആദ്യം ഇതിൽ നിന്ന് 2 ഗുളിക എടുത്ത് പൊടിച്ച് സൂക്ഷിക്കുക. തക്ക അവസരം വരുമ്പോ ഏതെങ്കിലും പാനീയത്തിലോ ഭക്ഷണത്തിലോ ചേർത്ത് കൊടുത്താൽ മതി. നല്ല അവസരമാണല്ലോ. എന്തെങ്കിലും മരുന്ന് കലക്കി കൊടുക്കായിരുന്നു. വേഗം കൊടുക്കും മാമ. ഒരു കാര്യം ചെയ്യാം മുത്തേ, നീ ചെന്ന് അവളോട് സംസാരിച്ചോണ്ട് നടക്കുവോ പരിപാടി?
അവസാനം എനിക്കിട്ട് തിരിച്ചു കിട്ടുമോ പണി? ഒരിക്കലുമില്ല മോളെ, മാമനല്ലേ പറയുന്നത്. ആ, അതാ എന്റെ പേടി. ചെല്ലു മോളെ, മാമൻ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കും. ശരി, ഞാൻ പോകാം. മണിക്കുട്ടി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? ഏയ്, ഞാൻ വെറുതെ ഇനി എന്ത് പ്രോഗ്രാമാ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമായിരുന്നു. എന്നിട്ട് തീരുമാനിച്ചോ? ഒന്ന് രണ്ട് ജ്യൂസിനാണ്. ആ പോ, നിനക്കല്ല. വാ പറയാം. നീ വാ.